ഒരു സ്കൂളിൽ പഠിച്ച് തങ്ങളുടെ സ്വപ്നം ലക്ഷ്യം നേടിയെടുത്ത വിദ്യാർത്ഥികളാണ് ഇത്തവണത്തെ JEE അഡ്വാൻസ്, JEE മെയിൻ, കേരള എഞ്ചിനീയറിംഗ്, ഐസർ അടക്കമുള്ള എല്ലാ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളിലും വലിയ വിജയം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇവരുടെ പ്രത്യേകത ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരെല്ലാവരും ഒരു സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളാണ്, ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരാണ്. അങ്ങനെ ഒന്നിച്ച് അവർ അവരുടെ സ്വപ്ന ലക്ഷ്യത്തിലേക്ക് നടന്നു കയറിയവരാണ്. അപ്പോൾ നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സ്കൂളിൽ എല്ലാവരും സുഹൃത്തുക്കളാണ്, ഫ്രണ്ട്സ് ആണ് അല്ലേ? അതെ. അപ്പോൾ ബ്രില്യന്റിനോടൊപ്പമുള്ള അവരുടെ ഒരു യാത്ര +1 +2 പഠനത്തോടൊപ്പമായിരുന്നു അവരുടെ എൻട്രൻസ് പ്രിപ്പറേഷനും. അപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ ഒരു ബ്രില്യന്റ് ജേണി എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ പേര് പറയാം. എൻ്റെ പേര് ഹരികൃഷ്ണ എസ്. ഞാൻ ഇപ്പോൾ IIT ഹൈദരാബാദ് കമ്പ്യൂട്ടർ സയൻസിന് പോകണം. സ്ഥലം എറണാകുളം. എൻ്റെ പേര് ഹാഫിസ് റഹ്മാൻ. ഞാൻ IIT മദ്രാസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് പോകുന്നു. ഞാൻ മലപ്പുറത്ത് നിന്ന്. എൻ്റെ പേര് അക്ഷയ് കുമാർ VS. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. ഞാനിപ്പോൾ NIT കാലിക്കറ്റ് കമ്പ്യൂട്ടർ സയൻസ്. എൻ്റെ പേര് അശ്വത് രാജേഷ്. ഞാൻ ചാലക്കുടിയിൽ നിന്നാണ്. എനിക്ക് കിട്ടിയത് ബോംബെ എയറോസ്പേസ്. എൻ്റെ പേര് ലഹൻ നാസർ. ഞാൻ മലപ്പുറത്ത് നിന്നാണ്. ഞാൻ NIT കാലിക്കറ്റ് CS. എൻ്റെ പേര് ആസിൽ സയ്യിദ്. ഞാൻ ലക്ഷദ്വീപിൽ നിന്നാണ്. എനിക്ക് കിട്ടിയിരിക്കുന്നത് IIT മദ്രാസ് കമ്പ്യൂട്ടർ സയൻസ്. My name is Aditya Rajesh. I'm from Kakinada, Ernakulam, and I got IIT Tirupati CS. എൻ്റെ പേര് മുഹമ്മദ് അസീൽ. ഞാൻ മലപ്പുറത്ത് നിന്നാണ്. എനിക്ക് IIT മദ്രാസ് ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് AI ഉണ്ട്. എൻ്റെ പേര് അർജുൻ കൃഷ്ണ. ഞാൻ പാലക്കാട് നിന്നാണ്. എനിക്ക് IIT കരിപ്പൂർ മെക്കാനിക്കൽ. I'm Dinesh Kumar M. I'm from Madurai, Tamil Nadu. I'm waiting for NEET counseling. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു 2 വർഷക്കാലം ബ്രില്യന്റിനോടൊപ്പമുള്ള ഒരു യാത്ര, അപ്പോൾ അതിങ്ങനെ അതിൻ്റെ ലക്ഷ്യത്തിലെത്തി നിൽക്കുകയാണ്. വിക്ടറിയിലെല്ലാം പങ്കെടുത്ത് ഒരു അഭിമാന നേട്ടത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. മൊമെന്റയും അതുപോലെ തന്നെ ഗോൾഡ് മെഡലും മാലയൊക്കെ കിട്ടി. അപ്പോൾ ആ ഒരു അഭിമാനത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ബ്രില്യന്റിനെ കുറിച്ച് പറയാനുള്ളത്? ബ്രില്യന്റിന്റെ യാത്ര എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ ഇനിയുള്ള നിങ്ങളുടെ ആ ഒരു ലൈഫിൽ തിരക്കിട്ട ജീവിതം നിങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു മനസ്സിലേക്ക് ബ്രില്യന്റ് യാത്ര നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുമ്പോൾ എന്താണ് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം? ആ ഓരോ കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സും പിന്നെ എന്താണ് സാറുമാരായിട്ടുള്ള ആ ഒരു റിലേഷനും പിന്നെ ക്ലാസ്സുകളും ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ ബ്രില്യൻ്റ് ആണ് അത്ര. എനിക്ക് ഓർമ്മ വരുന്നത് മെയിൻലി ഹോസ്റ്റലിലുള്ള ഡിസ്കഷനും പിന്നെ വീട്ടിലെ പഠിത്തവും. പിന്നെ മെയിൻലി എനിക്ക് ഓർമ്മ വരുന്നത് സെക്കൻഡ് ബെഞ്ചിൽ നിന്ന് ക്ലാസ് കേൾക്കുന്ന ഒരു ഫീൽ. അപ്പോൾ സെക്കൻഡ് ബെഞ്ചിലായിരുന്നു ഹാഫിസ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ സെക്കൻഡ് ബെഞ്ചിൽ ഇരുന്നിട്ട് ആ ക്ലാസ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അല്ലെ ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ എപ്പോഴും ബ്രില്യന്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് അല്ലേ? മോനോ? ഫ്രണ്ട്സ് ആയിട്ടുള്ള കളിയും ചിരി, അതൊക്കെ ഫുട്ബോൾ കളിക്കലും അതൊക്കെ. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഒരേ സമയം നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിലും നല്ല സീരിയസ് ആയിട്ട് പഠിക്കും, എന്നാൽ അതേപോലെ തന്നെ കളിയും ചിരിയും അതുപോലെ മറ്റു കാര്യങ്ങളായാലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയാലും അതുപോലെ തന്നെ സൗഹൃദത്തിലായാലും എല്ലാം നിങ്ങൾ സമയം കണ്ടെത്താറുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു? അത് നമ്മുടെ അവിടെ തന്നെ മറ്റേ കളിക്കാൻ സമയം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഹെൽത്തി കോമ്പറ്റീഷനാണ്. മറ്റോണ ആരും ടോക്സിക് ആയിട്ട് ആരും പെരുമാറാറില്ലായിരുന്നു. Our friends, brilliant faculty, and it helps you prepare for the upcoming exams. Brilliant has helped a lot. ഫ്രണ്ട്സ്, പിന്നെ ബ്രില്യൻ്റ് ഫാക്കൽറ്റീസ്, പിന്നെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് എങ്ങനെ ഒരു അറ്റൻഡ് ചെയ്യാന്നുള്ളൊരു നല്ലൊരു ബേസ് തന്നിട്ടുണ്ട് ബ്രില്യൻ്റ്. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഗ്രൂപ്പ് ഡിസ്കഷൻസ് എല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ എക്സാംസും അവർ തരുന്ന എക്സാംസും. എനിക്ക് ക്ലാസ് റൂം എക്സ്പീരിയൻസ് തന്നെയാണ് ഏറ്റവും മെമ്മറബിൾ. ഒരു എക്സാം കഴിഞ്ഞിട്ട് എല്ലാവരും വന്ന് ക്വസ്റ്റ്യൻ പേപ്പർ തമ്മിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കുറേ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ തമ്മിൽ എക്സാം വരുത്തിയ തെറ്റ് ഫ്രണ്ട്സായിട്ട് തന്നെ പിയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് നല്ല രീതിയിൽ മാറ്റാൻ കഴിയും. അപ്പോൾ ഒരു പിയർ ഗ്രൂപ്പിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ നിങ്ങളുടെ ഒരാളുടെ മാത്രം ബ്രെയിൻ അല്ല, എല്ലാവരുടെയും ബ്രെയിൻ ഒരേപോലെ വർക്ക് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു? അങ്ങനെ തന്നെ അല്ലായിരുന്നോ? അത് പറഞ്ഞാൽ മറ്റവൻ പറഞ്ഞു തന്നെ അപ്പോൾ തന്നെ മനസ്സിലാവും. അല്ലെ ക്ലാസ്സിൽ നമുക്ക് സംടൈംസ് ഡിഫിക്കൽട്ടി ആണെങ്കിൽ പക്ഷേ ഇവർ പറഞ്ഞു വരുമ്പോൾ അപ്പോൾ തന്നെ മനസ്സിലാവും. അത് നല്ല ഹെൽപ്ഫുൾ ആണ്. ബ്രില്യൻ്റിലെ ഒന്നാമത്തെ ഫാക്കൽറ്റീസ് അടിപൊളിയാണ്. പിന്നെ ക്ലാസ് റൂമിലെ അനുഭവങ്ങൾ ആകെ രസമാണ്. ക്ലാസ് റൂമിൽ ഡിസ്കഷൻസും ചിലപ്പോൾ കളിയും ചിരിയൊക്കെ ഉണ്ടാവും. അത് ചെയ്ത് കേൾക്കാറുണ്ട്. അപ്പോൾ ആകെ രസമാണ്. പിന്നെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പും കളിയും ചിരിയും ഒക്കെ പഠിത്തത്തിൻ്റെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഹോസ്റ്റൽ ഡിസ്കഷൻസ് ഒക്കെ നല്ല ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കാം. രസമായിരുന്നു എന്തായാലും. Great faculty, helpful friends, and yeah, great. That's it. അപ്പോൾ കണ്ടല്ലോ, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാല
ചവറ CMA പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു. അവരുടെ +1 +2 പഠനത്തോടൊപ്പം അവർ ഏറ്റവും എനർജറ്റിക് ആയിട്ട് അവർ ആ എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തി. സൗഹൃദവും ഒരുപോലെ അവർ മുമ്പോട്ട് കൊണ്ടുപോയി. ഏറ്റവും നല്ല സ്കോർ നേടി ഏറ്റവും നല്ല രാജ്യത്തെ ഏറ്റവും നല്ല പ്രീമിയർ ക്യാമ്പസിൽ അഡ്മിഷൻ സാധ്യമാക്കി നിൽക്കുകയാണ് നമ്മുടെ മിടുക്കന്മാരായിട്ടുള്ള ബ്രില്യൻറ്റിന്റെ അഭിമാന താരങ്ങൾ. അപ്പോൾ ഇനിയുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിലും ഇതുപോലെ തന്നെ ഈ സൗഹൃദം എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക, കോൺടാക്റ്റ് വെക്കുക. എല്ലാവരും ആ ഒരു സൗഹൃദം കുറച്ച് വർഷം കഴിഞ്ഞിട്ടായാലും നിങ്ങൾ വീണ്ടും ഒരു ഗെറ്റ് ടുഗദർ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിലും NITകളിലും IITകളിലും അങ്ങനെ എല്ലാ പ്രീമിയർ ക്യാമ്പസുകളിലും നിങ്ങളുടെ ഇനിയുള്ള ഫ്യൂച്ചർ ലൈഫും അടിപൊളിയായിട്ട് തന്നെ മുമ്പോട്ട് പോകട്ടെ. വരുന്ന പരീക്ഷകളിലെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മികച്ച സ്കോർ നേടാനും മികച്ച റാങ്ക് ഒക്കെ നേടാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ബ്രില്യൻ കുടുംബം ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ഇവിടെ വന്നതിലും നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തതിലും. അപ്പോൾ എല്ലാവർക്കും ഇനി ഫ്യൂച്ചർ ലൈഫിലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.